നിങ്ങളൊരു ടെക് ഫൗണ്ടർ ആണെങ്കിൽ നിങ്ങൾ സക്സസ് ആകാനായിട്ട് ഈ 3 കാര്യങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പല ഫൗണ്ടേഴ്സും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ട് ഇത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് യൂസേഴ്സ് വരും, അവർ വന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരുപാട് റവന്യൂ നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെ കാണുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് വന്ന് ഇൻവെസ്റ്റ് ചെയ്യും, ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ 2004 ഈ ഒരു സിനാരിയോ ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു. മാർക്ക് സുക്കർബർഗ് ഇതൊക്കെ തന്നെയാണ് ചെയ്തത്. 2026 സിനാരിയോ ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. നമ്പർ 1, നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഉണ്ടാകണം. അതായത് നിങ്ങളുടെ ആപ്പിനെ പറ്റിയിട്ട് ആളുകൾ കേട്ടറിഞ്ഞ് വരണം. അതിന് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് യൂസ് ചെയ്യാം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്യാം, PR യൂസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ ആപ്പിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് പുതിയ യൂസേഴ്സ് വന്നുകൊണ്ടേയിരിക്കണം. ഇനി യൂസേഴ്സ് വന്നാൽ മാത്രം പോരാ, വന്ന യൂസറിന്റെ ഒരു ബിഹേവിയർ ഫോം ചെയ്ത് അവർ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ആപ്പ് യൂസ് ചെയ്യുന്ന ഒരു ഹ്യൂമൻ ബിഹേവിയർ നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കണം. ഇനി 3ാമതായിട്ടുള്ള കാര്യമാണ് റവന്യൂ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പലരും ഇനീഷ്യലി റവന്യൂവിന് യാതൊരു മുൻഗണനയും കൊടുക്കില്ല, ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. പക്ഷേ അത് തെറ്റായിട്ടുള്ള പാത്താണ്. ഭാവിയിലാണെങ്കിലും നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് പ്രോപ്പറായിട്ട് പ്രോഫിറ്റബിൾ ആകും എന്നുള്ളൊരു റോഡ് മാപ്പെങ്കിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റേഴ്സിന് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കണം. ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ സാധിക്കാത്ത പക്ഷം ഇൻവെസ്റ്റേഴ്സ് നിങ്ങളിൽ ഒരിക്കലും ഇൻട്രസ്റ്റഡ് ആകില്ല. വെറുതെ വെള്ളത്തിൽ കൊണ്ടേ കളയാനായിട്ട് ആരുടെ കയ്യിലും ഇന്ന് ക്യാഷ് ഇല്ല.